5000-ഓളം പേർക്ക് നിത്യേന ഭക്ഷണം കൊടുക്കുന്ന, ഇന്നെന്ന് പറഞ്ഞാൽ 35 വർഷമായിട്ട് തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. അതാണ് നവജീവൻ തോമസ് ചേട്ടൻ. തോമസ് ചേട്ടനെ ബേത്ലഹേം ടിവിയുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുവാനായിട്ട് എനിക്ക് അതിയായ സന്തോഷമുണ്ട്. തോമസ് ചേട്ടനും ഞാനുമായിട്ടുള്ള ബന്ധം 35 വർഷമായിട്ടുള്ളത് കൊണ്ട് തോമസ് ചേട്ടനെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ബേത്ലഹേം ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് തോമസ് ചേട്ടനെ സ്വാഗതം ചെയ്യുകയാണ്. തോമസ് ചേട്ടാ, വെൽക്കം. തോമസേട്ടാ, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഒരു വചനമുണ്ട്, ഉള്ളവന് വീണ്ടും നൽകപ്പെടും, ഇല്ലാത്തവനിൽ അവന് എന്തെങ്കിലും ഉണ്ടെന്ന് അവൻ കരുതുന്നത് കൂടി എടുക്കപ്പെടുമെന്ന്. അതിൻ്റെ അകത്തൊരു ലോജിക്ക് ഇല്ലായ്മ നമുക്ക് തോന്നാറുണ്ട്. കാരണം ഉള്ളവനെ പിന്നെയും കൊടുക്കും, ഇല്ലാത്തവനിൽ അവൻ ഉള്ളതും കൂടി എടുക്കുമെന്ന് പറയുന്നത്. അപ്പം നമ്മൾ വിചാരിക്കും ഇത് ന്യായമല്ലല്ലോ, നീതിയല്ലല്ലോ, ഉള്ളവനല്ലേ പിന്നെയും കൊടുക്കുന്നത്. ഇപ്പം ലോകത്ത് സത്യം പറഞ്ഞാൽ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ അകത്ത് ഒരു വചനം, അതിന് മുമ്പിൽ ഒരു വാക്ക് ചേർത്താൽ മതി, കൊടുക്കുവാനുള്ളവന് വീണ്ടും നൽകപ്പെടും, കൊടുക്കുവാനില്ലാത്തവനിൽ നിന്ന് അവനുള്ളവരോട് എടുക്കപ്പെടും. ആ കൊടുക്കുവാന്നുള്ള തോമസേട്ട കൊടുക്കുന്നത് കൊണ്ട് വീണ്ടും വീണ്ടും കെട്ടിക്കൊണ്ടിരിക്കും. തമ്പുരാൻ തന്ന അതൊരു ചാനലാ, പരിശുദ്ധാത്മാവിന്റെ വഴി. ഇന്നത്തെ തന്നെ അനുഭവം എൻ്റെ കൂടെയുള്ള വണ്ടി ഓടിക്കുന്ന ഫിലിപ്പ് കാൻസിവാളിൽ 23-ാം വാർഡ് ദിവസവും മരണം. ഇപ്പോൾ ഒരു 13 പേര് മരിക്കാറായി കിടക്കുന്നു. ഇന്ന് രാവിലെ ചെന്നപ്പോൾ ഒരു വരും, തോമസ് ചേട്ടാ നല്ല മീൻ വറുത്തൊക്കെ കൂട്ടി ഇന്നാൾ ചോറ് ഇനി കിട്ടുമോ എന്ന് ചോദിച്ചു. കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ കിട്ടുമെന്ന് പറയാം. കുറച്ച് കഴിഞ്ഞപ്പം ഫിലിപ്പിൻ്റെ മോടെ ദശാംശം മീൻ വറുത്ത മീൻ കൊടുക്കും. അങ്ങനെ ഇന്ന് അവിടെയുള്ളവർക്കെല്ലാം നല്ല പിലോപ്പിയ മീൻ വറുത്തത് കൊടുക്കും. ഇപ്പോൾ കൊടുക്കണമെന്ന് ആഗ്രഹം തോന്നുന്നു. അത് കുക്കുംബർ ഇഷ്ടം പോലെ അരിഞ്ഞിട്ട് സവോള അരിഞ്ഞിട്ട് ഒരു നാരങ്ങ പീസും കൂടെ കണ്ടിച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേന് ഭയങ്കര അത്ഭുതകരമായ അനുഗ്രഹങ്ങളാണ് തരാൻ ആളുകൾ ഇഷ്ടം പോലെ. കൊടുത്തുകൊണ്ടിരിക്കുന്നു, ഈ കൊടുക്കാതെ അങ്ങോട്ട് ഇരുന്ന് കഴിയുമ്പോഴല്ലോ. അതുകൊണ്ട് എനിക്ക് എപ്പോഴും ഈ കൊടുക്കണം 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 എന്നുള്ള വിചാരം. എന്നെ പറ്റിച്ചുകൊണ്ട് ഒത്തിരി പേര് പോകുന്നുണ്ട്, എനിക്കറിയാം. പക്ഷേ എനിക്കൊന്നും പറ്റുന്നില്ല. എൻ്റെ കൂടെയുള്ളവർ പറയുന്നുണ്ട് തോമസ് ചേട്ടനെ എനിക്കറിയാം, ഞാനങ്ങ് കൊടുത്തു പോവാ, എനിക്കൊന്നും പറ്റുന്നില്ല. അവർ പിന്നെ അതിനൊക്കെ ഞാൻ കൂടുതൽ ഗതികേടാണ് ഞാൻ കാണുന്നു. കൊടുക്കാത്തവരെ സംബന്ധിച്ചുള്ള ഒരു സ്വസ്ഥത ഒരിക്കലും കാണത്തില്ല. എന്നോട് മേടിച്ച് കള്ളു കുടിച്ചുകൊണ്ട് നടക്കുന്നത് ഇന്ന് രാവിലെയും കണ്ടു. ഇന്ന് രാവിലെ അവൻ പിരിവെടുത്ത് കിടക്കുന്നുണ്ട്. ഞാൻ ഓടിപ്പോയി, എൻ്റെ പൊന്നുമാനെ എന്നോട് ചോദിക്കരുത്, ചോദിക്കുക, നീ വല്ല സ്ഥാപനത്തിലും പോകാൻ പറഞ്ഞു. അപ്പം അങ്ങനെ നടക്കുന്ന കുറേ കൂട്ടരുണ്ട്. പക്ഷേ നമ്മൾ എത്ര ഇല്ലയിൽ നമുക്ക് കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായാൽ ദൈവം അവിടെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. പിന്നെ അതിനകത്ത് വേറെ എനിക്ക് എൻ്റെ അനുഭവത്തിൽ പറയാനുള്ള ഒരു കാര്യം, ഇപ്പം ഈയിടെ പ്രസംഗിക്കുമ്പോഴൊക്കെ പരിശുദ്ധാത്മാ പറയുന്ന ആപത്തിലെ സുഹൃത്തുക്കളാണ് ആത്മീയതയുള്ള ആത്മാർത്ഥതയുള്ള ആളുകൾ. ആപത്തിലെ സുഹൃത്തുക്കൾ. സമ്പത്തിലെ പല സുഹൃത്തുക്കളും ഉണ്ടാകും. അധികാര സ്ഥാനമാനം സൗകര്യങ്ങൾ വരും തോറും പുതിയ സുഹൃത്തുക്കൾ കുറേ ഉണ്ടാകും, കുറച്ച് പഴയ സുഹൃത്തുക്കളും ഉണ്ടാകും. നമുക്കൊരു വീഴ്ച പറ്റി, ഒരു താഴ്ച പറ്റി, ഒരു ആപത്ത് പറ്റുമ്പോൾ ഇവരെല്ലാം കൂടെ മാറി നിൽക്കും. ഇതേസമയത്ത് മുഖത്ത് നോക്കി നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ പറയുകയും നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുന്നവരാണ് ഏറ്റവും ആത്മീയതയുള്ള ആത്മാർത്ഥതയുള്ള ആൾ. അങ്ങനെയുള്ള ആളുകളുടെ എണ്ണം കുറവാണ്. ഇപ്പം കാൻസർ വാർഡിലൊക്കെ നടന്നു പോകുമ്പം കാണാം, സ്റ്റൂളയിൽ ഒരു വീട്ടിലെ ഭാര്യ എന്ന് പറഞ്ഞാൽ അവർ തന്നെ സ്റ്റൂളയിൽ ഇരുന്നും കട്ടിലിൻ്റെ അടിയിൽ കിടക്കുക. അവർ തന്നെ 47 ദിവസവും മറ്റേ ഇരുന്ന് കണ്ടിട്ടുണ്ട്. ആരും സഹായിക്കാൻ വരുന്നില്ല, ഒരുത്തരും വരുന്നില്ല. അതാണ് ആപത്തിലെ സുഹൃത്തുക്കളാണ് ആത്മാർത്ഥതയുള്ളത്. സമ്പത്തിലെ സുഹൃത്തുക്കൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ ആപത്തിൽ പലരും കാണത്തില്ല. നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമ്പം നമ്മളെ നല്ല രീതിയിൽ സംസാരിക്കുകയും, നമ്മൾ ഒരു ക്ഷീണമില്ല, നന്നായിരിക്കുന്നെങ്കിലും പറയുന്നത് ഇപ്പം ഒത്തിരി ക്ഷീണമാണ്, പാല് കുടിക്കണം, മുട്ട കഴിക്കണം, ഉറക്കം വേണമെന്നൊക്കെ പറയും. നമ്മൾ ആശുപത്രി ഓപ്പറേഷൻ കിടക്കാന്ന് പറഞ്ഞാൽ ഒന്ന് വിളിച്ചു പോലും ചോദിക്കത്തുമില്ലാത്ത മനുഷ്യരെ നമ്മൾ കാണാറുണ്ട്. സ്ഥാപനങ്ങൾ ഇവിടെ നമ്മളുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒത്തിരി സ്ഥാപനങ്ങളുണ്ട്. എന്നുവെച്ചാൽ അവിടുത്തെ ഈ കോളേജുകൾ, ഇപ്പം രാജഗിരി കോളേജിൽ അവിടുത്തെ പിള്ളേർ ഇവിടെ എല്ലാ വർഷവും വരുന്നുണ്ട്. അതുപോലെ മെഡിക്കൽ ഇവിടുത്തെ നേഴ്സിംഗ് പിള്ളേർ വരുന്നുണ്ട്. അതുപോലെ അഗസ്റ്റീനോസ് കോളേജ്, ഇടുക്കിയിലെ പല കോളേജുകൾ, സെൻറ്റ് കിറ്റ്സ്, അങ്ങനെ ഒത്തിരി കോളേജിൽ നിന്ന് കുട്ടികൾ ഇവിടെ വരുന്നുണ്ട്. അവിടുത്തെ സാറുമാർ ഇവിടെ താമസിച്ച് അവർ ശുശ്രൂഷ ചെയ്തിട്ട് പോകുന്നുണ്ട്. അവരൊക്കെ നല്ല അനുഭവമാണ് നമ്മളെക്കുറിച്ച് പറയുന്നത്. നല്ല നവജീവൻ എന്ന് പറയുന്ന ഏറ്റവും നല്ലൊരു പ്രസ്ഥാനമായിട്ട് അവർ കരുതുന്നത്. അങ്ങനെ നിരവധി പ്രസ്ഥാനങ്ങൾ. അതുപോലെ തന്നെ ചില ഡോക്ടർമാർ, ഇപ്പം ഡോക്ടർ ഫിലിപ്പോസ് ജോൺ, എല്ലാ കാർഡിയോളജിസ്റ്റാണ്, കോട്ടയത്തെ ഫേമസ്. അദ്ദേഹം എല്ലാ മാസത്തിലും ഇവിടെ ഒരു ക്യാമ്പ് വയ്ക്കുന്നുണ്ട്.
ഡോക്ടർ ജെബിൻ ഇവിടെ വന്ന് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അതുപോലെ നേഴ്സിംഗ് പഠിച്ച BSc നേഴ്സിംഗ് ഉള്ളവർ, അതെല്ലാം നവജീവനെ ഒരു മാതൃകയായിട്ട് കണ്ടുകൊണ്ടാണ് വരുന്നത്. അതിനകത്തുള്ള ഏറ്റവും വലിയ സന്തോഷം ഈ യുവജനങ്ങളെല്ലാം വരുമ്പോൾ, സ്കൂളിൽ പോയാലും കോളേജിൽ പോയാലും യുവജനങ്ങൾ നമ്മുടെ നവജീവനി വരുമ്പോൾ പറയുന്നത്, പഠിച്ച് ജോലി കിട്ടി കാശുണ്ടാകുമ്പോൾ ഇതിന് ചെയ്യണമെന്നൊരു ആഗ്രഹം തോന്നുമായിരിക്കും. പക്ഷെ അതിന് മുമ്പേ ചെയ്യാം. നിങ്ങളൊരു ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ ആ വെയിറ്റിംഗ് ഷെഡ് യാചകനായ ഒരു അപ്പനോ അമ്മയോ അവിടെ ഇരുന്നു. അവിടെ നിന്നൊരു ചായയോ നാരങ്ങ വെള്ള ജ്യൂസോ മേടിച്ച് കൊടുത്താൽ വലിയ തീർത്ഥാടന സ്ഥലത്ത് പോകുന്ന അനുഗ്രഹങ്ങൾ ആ ബസ് സ്റ്റാൻഡിൻ്റെ വെയിറ്റിംഗ് ഷെഡിൽ നിന്ന് കർത്താവ് നമുക്ക് തരും. നമ്മൾ വഴിയെ പോകുമ്പോൾ ഏതെങ്കിലും ഒരു യാചകനായ അപ്പൻ ഇങ്ങനെ കൈ നീട്ട് കാണും. അവിടുത്തെ അടുത്ത കടയിൽ നിന്ന് ഒരു ജ്യൂസോ 2 ഏത്തപ്പഴോ ഒരു ചായയോ മേടിച്ച് കൊടുത്താൽ ആ വഴിയരിയിൽ വെച്ച് ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അപ്പം ഞാൻ ഈ ചെറുപ്പക്കാർ മക്കളോട് പറയുന്നതല്ല, ഇങ്ങനെയാണ്. വഴിയെ പോകുമ്പോഴത്തേന് ചെറിയവനെ നോക്കി നടക്കുക. ബസ് സ്റ്റാൻഡിൽ ചെന്നോ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നോ എവിടെ ചെന്നാലും പെരുന്നാൾ ചെറിയവനെ നോക്കി നടന്നു. ആ ചെറിയവൻ എന്തെങ്കിലും കൊടുക്കുമ്പോൾ തന്നെ അവിടെ വെച്ച് തന്നെ മക്കളെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. എല്ലാവരും നമ്മൾ താമസിക്കുന്ന ഏരിയയിൽ തന്നെ നമ്മൾ വലിയ വലിയ വ്യക്തികളെ പരിചയപ്പെടാനും അവർ നമ്മുടെ വീട്ടിൽ വരാനും നമ്മൾ അങ്ങോട്ട് പോകാനും അവിടെ കല്യാണത്തിന് വരും ഇങ്ങോട്ട് വിളിക്കാനും ഒക്കെ നമുക്ക് ആഗ്രഹം. പക്ഷേ ആ പ്രദേശത്ത് തന്നെ ഒരു നേരത്തെ ആഹാരത്തിനോ മരുന്ന് വിഷമിക്കുന്ന വളരെ ചെറിയ മനുഷ്യൻ ചങ്ക് പൊട്ടി കർത്താവിനോട് കരഞ്ഞ് ജീവിക്കുന്ന ഓരോ രാവും പകലുമുണ്ട്. അവന് കൊണ്ട് എന്തെങ്കിലും കൊടുക്കുന്നതാണ് നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹം. അപ്പം ഈ കോളേജ് പിള്ളേരെല്ലാം വരുമ്പോൾ ഇവരോട് പറയുന്ന, മക്കളെ ചെറിയവനെ നോക്കി നടക്കുക. ചെറിയവനെ നോക്കിയാൽ നമ്മൾ വലുതായിക്കൊള്ളും, വലിയവനെ നോക്കിയാൽ നമ്മൾ ചെറുതായി പോവുകയും ചെയ്യും. അതാണ് ഈ കോളേജുകളിൽ നിന്ന് വരുന്ന പിള്ളേരോട് പറയുന്ന ഏറ്റവും വലിയ ഒരു പ്രചോദനം. അതാണ് എനിക്ക് തോന്നുന്നു. വീട്ടിൽ ചെല്ലുമ്പോൾ അതുപോലെ പിള്ളേരോട് പറയുന്നത്, അമ്മയെ വിശക്കുന്നതെന്ന് ഇനി പറയരുത്, അമ്മ വല്ലതും കഴിച്ചോ എന്ന് ചോദിക്കണം. ഒരു മുട്ടായി ആണെങ്കിലും മേടിച്ചു, എന്ത് മേടിച്ചോ അമ്മയ്ക്ക് കൊടുക്കുക. ഒരു നാളിൽ നിങ്ങൾ അമ്മയിൽ നിന്ന് അകന്ന് ജീവിക്കും, ഒരു നാളിൽ നിങ്ങൾ അമ്മ ഇല്ലാത്തവരായി ജീവിക്കും. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ കൂടുതൽ ദൈവാനുഗ്രഹം കിട്ടുന്ന കാര്യമാണ്. മാതാപിതാക്കൾ ഭക്ഷണം കഴിക്കുന്ന പാത്രം കഴുകി വെക്കുക, അവരെ വസ്ത്രങ്ങൾ അലക്കി കൊടുക്കുക, അപ്പന്മാരുടെ ചെരുപ്പ് തേച്ച് കഴുകി കൊടുക്കുക, അപ്പന്മാരുടെ തുകർത്തും മുണ്ടും ബെഡ്ഷീറ്റും എല്ലാം അലക്കി കൊടുക്കുക. രാവിലെ ഒരു കടുങ്കാപ്പിയോ കടുഞ്ചായോ ഉണ്ടാക്കിക്കൊണ്ട് അപ്പനും അമ്മയ്ക്കും കൊടുത്തിട്ട് അവരുടെ അടുത്ത് വന്ന് മുട്ടുകുത്തുന്ന കൈ കൊടുക്കുക. എന്നാൽ നീ ലോകത്തിലേക്കും വലിയ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായി തീരുമെന്നാണ് പിള്ളേരോട് പറയുന്നത്. അങ്ങനെ പിള്ളേരോട് പറഞ്ഞ് ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കും. ഈ പിള്ളേരിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടാനല്ല പറഞ്ഞു. ഇവരിവിടെ വന്നേച്ച് പോയി കഴിയുമ്പോൾ ഇവരുടെ വീടിന് അനുഗ്രഹമാണ്. അവര് ആ കൊച്ചിൻ്റെ സ്വഭാവം കണ്ടു വേണം ആ അപ്പൻ്റെ സ്വഭാവം നന്നാകാനല്ല അമ്മയുടെ സ്വഭാവം നന്നാകാനായിട്ട്. മനസ്സിലായോ? ആ കൊച്ച് രാവിലെ കടുങ്കാപ്പി കൊടുത്ത് കടിഞ്ചാവിടെ മുട്ടുകുത്തുന്ന അപ്പനും അമ്മയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ആ അപ്പനും അമ്മയും അവിടെ പ്രാർത്ഥന തുടങ്ങും. ആ കൊച്ചിൻ്റെ അടുത്ത് തന്നെ വന്ന് മുട്ടുകുത്തും. ആ കൊച്ചിൻ്റെ അടുത്ത് നേരത്തെ വരാനുള്ള ആഗ്രഹം തോന്നും. കൊച്ചിനെ കണ്ടുപഠിക്കാൻ അപ്പനും അമ്മയ്ക്കും ഒരു ആഗ്രഹം ഉണ്ടാകാനുള്ള ഒരു പ്രചോദനം കൊടുക്കും. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ കുട്ടികൾ വരാൻ ഒത്തിരി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എല്ലാ സ്കൂളുകളിലും. പണ്ട് നമ്മുടെ പ്രസംഗം കേട്ട പിള്ളേരൊക്കെ ടീച്ചർമാരായി പലതരത്തിലായി, പിന്നെ അവരും പിള്ളേരെ കൊണ്ട്. ഇന്നിപ്പം 13 കുഞ്ഞു പിള്ളേരുമായിട്ട് വന്നിട്ടുണ്ട്. അവിടെ തിരുവാർപ്പ് സ്കൂളിലെ കുട്ടികൾ വന്നിട്ടുണ്ട്. പണ്ട് ഒരു കോളേജിൽ പ്രൊഫസർ പുള്ളി ഇവിടെ വന്നപ്പം അങ്ങേര് ധ്യാനവും കൂടി വന്നപ്പോൾ അങ്ങേര് ക്ലാസ്സിൽ കുട്ടിക്കാനം കോളേജിൽ കുറേ പിള്ളേർ ഉഴപ്പന്മാരുണ്ടോ. ഞാൻ പറയും, സാറേ ഇതിനൊരു കാര്യം ചെയ്യും, സാറ് ശനിയാഴ്ച ദിവസം വീട്ടിൽ വരുമ്പോൾ അവരെയും കൂടെ ഇങ്ങനെ കൊണ്ടുവന്ന് സാറിൻ്റെ ഒപ്പം ഭക്ഷണം കഴിപ്പിച്ച് സാറിൻ്റെ മുറി സാറ് അവരെ കിടത്തി തിങ്കളാഴ്ച ഒന്നിച്ചങ്ങ് അവർ നന്നായി വരും. പക്ഷെ സാർ അതുപോലെ കേട്ടിട്ട് ഉഴപ്പന്മാർ പിള്ളേരെല്ലാം കൊണ്ടുവന്ന് വീട്ടിൽ താമസിച്ച് നല്ല ട്യൂഷൻ കൊടുത്ത് പഠിപ്പിച്ച് അവരുടെ ഒപ്പം ഇരുന്ന് പൊറോട്ടയും ചിക്കൻ കറിയെല്ലാം പാഴ്സൽ മേടിച്ചെല്ലാം കഴിച്ച് പിള്ളേരെല്ലാം നല്ല നിലയിലായി. ആ സാറ് പെൻഷനായപ്പോഴത്തേന് ആ കാഞ്ഞിരപ്പിള്ള ആ പെൻഷൻ പറ്റിയ ദിവസം ഞാൻ ചെന്നപ്പം ആ പിള്ളേർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നല്ല നിലയിൽ ജീവിക്കുന്നവരെല്ലാവരും ആ വീട്ടിൽ വന്നു. ആ വീട്ടിൽ വന്നൊരു കണ്ണ് നിറഞ്ഞൊരു സ്നേഹത്തിൻ്റെ കാഴ്ചയായിരുന്നു. പിള്ളേരെല്ലാം അന്ന് ആ വീട്ടിൽ കിടക്കുകയായിരുന്നു. അതായത് ഒരു ഗുരു ശിഷ്യൻ തമ്മിലുള്ള ആ ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരെ ഉപേക്ഷിക്കാൻ പാടില്ല. അവനെ നമ്മൾ ചേർത്ത് നിർത്തുക. അല്ലല്ലേ അവനിൽ പ്രവർത്തിക്കുന്ന, അവനോട് പണം കണ്ട് അവൻ്റെ അശുദ്ധാത്മാവാണ് അവനിൽ പ്രവർത്തിക്കുന്നത്. അപ്പം നമ്മളിലെ അവനെ കൂട്ടുപിടിച്ച് ചേർത്ത് നിർത്തിയ നാളെ ഒരു നാളിൽ അവൻ നമ്മളെക്കാൾ നല്ലവനായി വലിയവനായി കാണുമ്പോഴത്തേനുള്ള ആ ഒരു സുഖം എന്ന് പറയുന്ന വലിയ അവാർഡിനെ കഴിഞ്ഞും വലിയ മാനസിക സുഖം അത് കാണും. നമ്മൾ കാരണം ഒരാൾ രക്ഷപ്പെട്ടു, അവൻ നല്ലൊരു അവൻ്റെ കുടുംബവും അവൻ്റെ മക്കളും എല്ലാം അനുഗ്രഹിക്കപ്പെടുക ചെയ്യുന്നത്. അത് നമ്മുടെ ഏറ്റവും വലിയ ദാനധർമ്മം എന്ന് പറയുന്നത് അതൊക്കെ ചെയ്യുന്നത്. അവനും അവൻ്റെ കുടുംബവും ദൈവത്തിലേക്ക് തിരിച്ചു വരുവാനും ആ കുടുംബം സന്തോഷമാകാനും അവിടെ വലിയ വലിയ അനുഗ്രഹത്തിൻ്റെ ഒരു തലമുറ അവിടെ ആരംഭിക്കുക ചെയ്യുന്നത്. അവിടെ ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ പോലും
ദൈവമക്കളായിട്ട് ജീവിക്കാനും വിശുദ്ധരായി ജീവിക്കാനും പല വീടുകളിൽ ചെന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പോരാൻ നേരത്ത് അവർ പറഞ്ഞില്ലെങ്കിലും ഞാൻ പറയാം, ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ട് അവർക്ക് കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങളെയും കിട്ടാനിരിക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഞാനും പറയും, കർത്താവായ ഈശോയെ, മാതാവേ, അമ്മയെ, വിശുപിതാവേ, മാലാഖമാരെ, വിശുദ്ധരെയും ഇവർക്ക് ദാനമായി കൊടുത്ത മക്കളിൽ കൂടെ നൽകപ്പെടുന്ന എല്ലാ തലമുറകളും ദൈവവിളിയുള്ളവരും വിശുദ്ധരും സുവിശേഷകരും ലോകാരാധകരും മകൾ വ്യക്തികളും സൽക്കർമ്മികളും സൽസ്വഭാവികളും ധനികരും ധർമ്മിഷ്ഠരും പരിശുദ്ധ പിതാവും പിതാക്കന്മാരുമായി തീരുമാറാകണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് കർത്താവായ ഈശോയെ, മാതാവേ, അമ്മേ, ഏതെങ്കിലും തലമുറയുടെ കാലങ്ങളിൽ അനുഗ്രഹിക്കപ്പെടണേ എന്ന് പ്രാർത്ഥിക്കും. ചേട്ടാ, ഇനിയുള്ള എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ ഇവിടുത്തെ ശുശ്രൂഷകരുടെ പലതരത്തിൽ, ഇപ്പം ഈ കിടപ്പ് രോഗികളെ നോക്കുന്ന ആയമാരുണ്ട്, പച്ചക്കറി ഡൈനിങ് ഹോള് കിച്ചൺ നോക്കുന്ന ആയമാരുണ്ട്, അതുപോലെ തന്നെ മെയിൽവാടി നോക്കുന്ന വോളണ്ടിയേഴ്സ് ഉണ്ട്, പിന്നെ MSW പിള്ളേരുണ്ട്, നേഴ്സുമാരുണ്ട്, ഡോക്ടർമാരുണ്ട്. ഇതെല്ലാം എങ്ങനെയൊന്ന് സഹകരിപ്പിച്ച് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്? ഇവരെ സഹകരിപ്പിച്ചു കൊണ്ടുവന്ന് പ്രാർത്ഥനയാണോ? നമ്മളിവിടുത്തെ പ്രാർത്ഥനയുണ്ട്, പിന്നെ നമ്മുടെ ശുശ്രൂഷകൾ അവർ കാണുന്നു, പിന്നെ അവരെ നമ്മൾ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്നു, അവർക്ക് കൂടുതൽ കൂടുതൽ പ്രചോദനം കൊടുക്കുന്നു. ഈ പ്രോത്സാഹനവും പ്രചോദനവും കിട്ടിയാലും ഇത് ചില ആളുകൾക്ക് ഈ പ്രോത്സാഹനത്തിനും പ്രചോദനത്തിനേക്കാൾ കൂടുതൽ അവരാഗ്രഹിക്കുന്ന അവർക്ക് എന്തെങ്കിലും കൂടുതൽ ഗുണമുണ്ടാകണമെന്ന് ചിന്തിക്കുന്നു. അത് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ കാണുന്നു. അതിനതിന് അവർക്ക് മനസ്സിന് സമാധാനവും സന്തോഷവും സംതൃപ്തി കുറഞ്ഞു പോവുകയും ചെയ്യും. പക്ഷെ നവജീവനിൽ അങ്ങനെയുള്ളവർ കുറവാണ് അല്ലേ? ഞാൻ മനസ്സിലാക്കുന്ന വെച്ചിട്ട് രാവിലെ നമ്മൾ 8:30 ഒരു പ്രയറിലല്ലേ തുടങ്ങുന്നത്. ഇപ്പം ഇവിടുത്തെ എല്ലാ ശുശ്രൂഷകളും എല്ലാ വോളണ്ടിയേഴ്സും എല്ലാ മേഖലയിലുള്ളവരും 5-8 ടൈപ്പ് ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്. ഞാൻ അവരോട് പറയും, നമ്മുടെ സങ്കടങ്ങൾ മാറ്റണം ഒരു വ്യക്തിയെ കൊണ്ടോ ഒരു സ്ഥാപനം കൊണ്ടോ മാത്രം. നിങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങൾക്ക് തന്നെങ്കിലേ തികയുള്ളൂ. അതിന് ദൈവസന്നിധിയിൽ പോയിരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. ആര് വിചാരിച്ചാലും നിങ്ങളുടെ മുഴുവൻ ദുരിതവും ഇവിടുത്തെ മാറ്റാൻ പറ്റില്ല. ഗവൺമെൻറ് വിചാരിച്ചാലും പറ്റില്ല. നിങ്ങളുടെ ദുരിതവും ദുഃഖവും മാറണം, ദൈവം മാറ്റിത്തരും. ദൈവം അതിൻ്റെ സമയമാകുമ്പോൾ മാറ്റിത്തരും. അതിന് ധൃതി വെക്കണ്ട, ഒരു ധൃതിയും വേണ്ട. ഇപ്പം 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിന് 10ാം ക്ലാസ്സിൽ മാർക്ക് കിട്ടണമെന്ന് പറഞ്ഞാൽ വേണ്ട, അത് സമയമാകുമ്പം കിട്ടിക്കോളും. അത് സമയമാകുമ്പം ദൈവം തരും. പിന്നെ ഞാൻ പറയുന്നത്, നിങ്ങൾ ക്യൂവിൽ നിൽക്കുക, ക്യൂ സിസ്റ്റം പാലിക്കുക, സമയമാകുമ്പം നിങ്ങൾക്ക് കിട്ടും. തോമസേട്ടായി, നവജീവനിലെ ശുശ്രൂഷകൾ വെളുപ്പിനെ 3 മണിക്ക് ആരംഭിക്കുന്നതാണ്. രോഗികളെ കുളിപ്പിക്കാൻ തുടങ്ങണം ഒരു ഭാഗത്ത് അടുക്കളയിൽ അരി ഇടാൻ തുടങ്ങണം. നമ്മൾ 240 കിലോ അരി ഡെയിലി വെക്കുന്ന. അപ്പോൾ അത് പല ഘട്ടങ്ങളായിട്ട് 3-4 പ്രാവശ്യമായിട്ട് വെച്ചെങ്കിലേ ഉള്ളൂ തീരത്തുള്ളൂ. 12:30 ആകുമ്പോൾ നമുക്ക് ചോറ് കൊണ്ടുപോകേണ്ടതാണ്. അതൊക്കെ ഈ അങ്ങനത്തെ എല്ലാ ശുശ്രൂഷകളും കൂടെ നോക്കുമ്പോഴത്തേക്ക് ഇത് എങ്ങനെയാണ് ഇത് ഒരു ശക്തി ഇതിൽ ലഭിക്കുന്നതെന്ന് പറയാം. അതിരാവിലെ 6:30 കുർബാനയുണ്ട് എല്ലാ ദിവസവും. കുർബാന കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിന് എല്ലാവരും തന്നെ പങ്കെടുക്കും. കുർബാന കഴിഞ്ഞാൽ ഉടനെ തന്നെ പിന്നെ അടുക്കളയിലെ അത്യാവശ്യ ജോലിയെല്ലാം ചെയ്യുന്നു. 8:30 നമ്മൾ എല്ലാവരും കൂടെ കൂടിയുള്ള പ്രയറുണ്ട്. ആ പ്രയറിന് നമ്മളെല്ലാവരും സ്തുതിപ്പും പ്രാർത്ഥനയാണ്. പിന്നെ അന്നത്തെ ശുശ്രൂഷയെക്കുറിച്ച് പ്രത്യേകമായിട്ട് പറയുക, അന്ന് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കേണ്ട കാര്യം പറയുക, അന്നത്തെ പൊതുവായ വിശേഷങ്ങൾ പറയുക, അന്ന് ഇവിടെ പലയിടത്തുനിന്നും പല ഗ്രൂപ്പ് വരുന്നതിനെക്കുറിച്ചൊക്കെ പറയുക. അങ്ങനെ എല്ലാവരും ആ പ്രാർത്ഥനയോടുകൂടിയാണ് പിന്നെ അന്നത്തെ ശുശ്രൂഷ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ച് ആരംഭിക്കുന്നു. പിന്നെ 2:30 ആകുമ്പോഴത്തേന് പിന്നെ ജപമാല പ്രാർത്ഥനയുണ്ടാകും. അത് കഴിഞ്ഞാൽ നമ്മുടെ മക്കളുടെ പ്രാർത്ഥനയൊക്കെ ഉണ്ടാകും. പിന്നെ ഫുൾ ടൈമായിട്ട് നമ്മുടെ മക്കൾ എപ്പോഴും കയറിയിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അങ്ങനെ ആ പ്രാർത്ഥനയുടെ ഐക്യത്തിൽ കൂടിയാണ് ഈ ശുശ്രൂഷകൾ പോകുന്നത്. പിന്നെ നവജീവനെ പ്രധാനമായിട്ട് ശുശ്രൂഷ നവജീവൻ്റെ ട്രസ്റ്റിലെ കമ്മിറ്റിക്കാർ, അതുപോലെ പോൾ മാത്യു, അതുപോലെ കുഞ്ഞാട്ടൻ, ജോസാറ്, അതുപോലെ ഷിബു, അങ്ങനെയെല്ലാം ഫുൾ ടൈം നിന്നുകൊണ്ട് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടുപോകും. ഈയിടെയായിട്ട് കപ്പുച്ചൻ അച്ഛന്മാർ കപ്പുച്ചന് അച്ഛന്മാരുണ്ട്. അങ്ങനെ കപ്പുച്ചൻ അച്ഛന്മാർ സെമിനാരിയിൽ നിന്ന് വരുന്നുണ്ട്. അവരെ കൂടെ നമ്മളിതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇപ്പം വളരെ കൂടുതലായിട്ട് എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഇതിൻ്റെ മിന്നലുണ്ട്. ഓഫീസിലെ കാര്യത്തിലും ജോസാറാണേലും അതുപോലെ പോൾ മാത്യു, കുഞ്ഞാട്ടൻ, അതുപോലെ അങ്ങനെയുണ്ട്. അങ്ങനെ നമുക്കൊരു ബുദ്ധിമുട്ടില്ലാതെ അങ്ങനെ അങ്ങ് പോകുന്നു. ഞാൻ പിന്നെ എപ്പോഴും ഈ ക്യാൻസർ വാർഡ്, ആശുപത്രി, അല്ലെ പള്ളി, സ്കൂള്, കോളേജ് അങ്ങനെ അങ്ങ് പോയത്. പിന്നെ കഴിയുന്നതും ഒരു 10 മണിക്ക് ഇവിടെ വരാനായിട്ട് നോക്കും. പിന്നെ വല്ലവരും മരിച്ചു പോയെന്ന് അറിഞ്ഞാൽ നമ്മളാ കൂടെ അങ്ങോട്ട് പോകും. ഇതൊരു ശക്തമായ ഒരു കൂട്ടായ്മയുടെ പ്രവർത്തനമായിട്ടല്ലോ ഹോസ്പിറ്റൽ അല്ലേ? ഒരു കൂട്ടായ്മയാണ് ഇതിനെ പിന്നെ പ്രവർത്തിക്കുന്നത്. ഏത് കാര്യങ്ങളും കൂട്ടായ്മ പ്രാർത്ഥിച്ച് ആലോചിച്ച് മുമ്പോട്ട് പോകുക. ഏത് കാര്യങ്ങളും അതെ, കൂട്ടായ്മയെ പ്രാർത്ഥിച്ച് ആലോചിച്ച് പോവുക. പിന്നെ ഞാനാണേലും ഒരു ചെറിയ കാര്യമാണേലും കൂടെയുള്ളവരോട് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്.
ചെറിയ കാര്യം കൊടുക്കും. പിന്നെ എനിക്കാണേലും ഒരു സംതൃപ്തി, ഞാൻ ഓഫീസിൽ എനിക്കൊരു 1000 2000 രൂപ വേണമെങ്കിൽ അവിടെ ഇരിക്കുന്നവരോട് പറഞ്ഞ് വൗച്ചർ എഴുതി മേടിച്ചോണ്ടല്ലോ ഞാൻ പോകും. ഇന്നിപ്പോൾ 2-3 വൗച്ചർ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അതെനിക്കൊരു സംതൃപ്തിയാണ്. കാരണം ഒത്തിരി സ്ഥാപനങ്ങൾ നടത്തുന്നവർ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം അവർ പല രീതിയിൽ കൈകാര്യം ചെയ്യുമ്പോൾ ഞാനങ്ങനെ ആഗ്രഹിക്കുന്നില്ല. പിന്നെ കൂടെയുള്ളവരുടെ നിർദ്ദേശങ്ങൾ എപ്പോഴും പാലിച്ചുകൊണ്ടിരിക്കും. നമുക്കൊന്ന് തെറ്റിപ്പോകുന്ന എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നമ്മളെ കഴിഞ്ഞ് ഒത്തിരി പ്രായം കുറഞ്ഞവരിൽ കൂടി ആയിരിക്കും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിനെ ഞാൻ അനുസരിക്കുന്നത് തന്നെ എനിക്ക് വലിയൊരു അനുഗ്രഹം. ഈ അനുസരണ എന്ന് പറയുന്ന വലിയ അനുഗ്രഹമാണ്. അങ്ങനെയുള്ള പ്രത്യേക അനുഗ്രഹങ്ങൾ എനിക്കുണ്ട്. ഇത് കൂടെയുള്ളവർ എന്ത് കാര്യം പറഞ്ഞാലും ഞാനതിനെ അനുസരിക്കും. അനുസരണ എനിക്ക് പിന്നീട് ഒരു അനുഗ്രഹമാണ്. അങ്ങനെയൊക്കെ പോകുന്നതുകൊണ്ട് എനിക്ക് സന്തോഷമാണ്. എനിക്കിപ്പം 1000 രൂപ 2000 രൂപ 3000 രൂപയാണ് ഞാൻ ഓഫീസിൽ ഇരിക്കുന്നവരോട് പറയും വൗച്ചർ എഴുതിക്കൊണ്ട് ഒപ്പിട്ടു. ഞാൻ എൻ്റെതായ ഇഷ്ടത്തിന് ചെയ്യുന്നു. അപ്പം അതിലെനിക്കൊരു സംതൃപ്തിയുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ കേരളത്തിലെ ആദ്യത്തെ ഒരു മാനസിക രോഗ കേന്ദ്രം അല്ലെങ്കിൽ ചോറ് കൊടുക്കുന്ന ഒരു കേന്ദ്രം, ഇതെല്ലാം തുടങ്ങിയ തോമസ് ചേട്ടനുമായിട്ടുള്ള ഒരു അഭിമുഖം അല്ലെങ്കിൽ ചെറിയൊരു നിങ്ങളുടെ ഒരു ഫാമിലി സംഭാഷണം നടത്തുകയായിരുന്നു. ഇത് നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇത് തീരുന്നില്ല, ഒറ്റ ഒരു എപ്പിസോഡിന് അവസാനിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നവജീവന് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.